ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم إن عدة الشهور عند الله 12 شهرا في كتاب الله يوم خلق السماوات والأرض منها 4 حرم ذلك الدين القيم فلا تظلموا فيهن أنفسكم وقاتلوا المشركين كافة كما يقاتلونكم كافة واعلموا أن الله مع المتقين رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ വിശ്വാസികളെ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ടും അവൻ്റെ വിധിവിലക്കുകൾ കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ ശ്രദ്ധിച്ചും പാലിച്ചും സൂക്ഷിച്ചും ജീവിക്കുവാൻ പരിശ്രമിക്കണമെന്ന് അർഹതക്കനുസൃതമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. മഹത്തായ മുഹറം മാസത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികൾക്ക് സാധാരണയിൽ നിന്ന് കൂടുതൽ ആദരിക്കേണ്ടുന്ന, കൂടുതൽ ബഹുമാനിക്കേണ്ടുന്ന ചില കാര്യങ്ങളെ പ്രത്യേകമാക്കി പഠിപ്പിച്ചിട്ടുണ്ട്. അതിൽ പെട്ടതാണ് പവിത്രമായ യുദ്ധം നിഷിദ്ധമായ മാസങ്ങളെ സത്യവിശ്വാസികൾ പ്രത്യേകം ആദരിക്കുകയും ശ്രദ്ധിക്കുകയും സൂക്ഷിക്കുകയും വേണമെന്നുള്ളത്. ആമുഖമായി ഞാൻ ഓതിവെച്ച സൂറത്തു തൗബയിലെ 36-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ അറിയിക്കുകയാണ്,
ഇന്ന ഇദ്ദത്തശ്ശുഹൂരി ഇൻദല്ലാഹി 12 ശഹറൻ ഫീ കിതാബില്ലാഹി യൗമ ഖലഖസ് സമാവാതി വൽ അർദ്. ആകാശഭൂമികളെ സൃഷ്ടിക്കുന്നത് മുതൽ അല്ലാഹു സുബ്ഹാനഹു തആലയുടെ രേഖയിൽ മാസം എന്നുള്ളത് 12 ആകുന്നു. മിൻഹാ അർബഅത്തുൻ ഹുറും. ആ 12 മാസങ്ങളിൽ 4 മാസം എന്താണ്? പവിത്രമാക്കപ്പെട്ട മാസമാണ്, അഥവാ യുദ്ധം നിഷിദ്ധമാക്കപ്പെട്ട മാസം, യുദ്ധം ഹറാമാക്കപ്പെട്ട മാസമാണ്. ദാലിക ദീനുൽ ഖയ്യിം. നേരെ ചൊവ്വായ മതത്തിൻ്റെ നിലപാടായിട്ട് അല്ലാഹു സുബ്ഹാനഹു തആല പഠിപ്പിക്കുകയാണ്. ഫലാ തദ്ലിമൂ ഫീഹിന്ന അൻഫുസകും. അതുകൊണ്ട് നിങ്ങൾ ആ മാസങ്ങളിൽ നിങ്ങളോട് തന്നെ അക്രമം ചെയ്തു പോകരുത്, പാപം ചെയ്തു പോകരുത് എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല പ്രത്യേകം എടുത്തു പറയുകയും ചെയ്തു. അപ്പം അല്ലാഹു സുബ്ഹാനഹു തആല ആകാശഭൂമികളെ പടച്ചത് മുതൽ ലോക പ്രപഞ്ച സംവിധാനം അത് സഞ്ചരിച്ചു കൊണ്ടിരുന്നത് 12 മാസങ്ങൾ ചേർന്ന ഒരു വർഷം കണക്കാക്കിക്കൊണ്ടാണ്. അത് എന്നും അങ്ങനെയാണ് മനുഷ്യന് കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുള്ളൂ. 12 മാസങ്ങൾ ചേർന്ന ഒരു വർഷം അല്ലാഹു സുബ്ഹാനഹു തആല അങ്ങനെയാണ് പ്രപഞ്ച സംവിധാനത്തെ അല്ലാഹു ക്രമീകരിച്ചിരിക്കുന്നത്. എന്നിട്ട് റബ്ബ് സുബ്ഹാനഹു തആല പറയാം മിൻഹാ അർബഅത്തുൻ ഹുറും. അതിൽ 4 മാസങ്ങൾ അല്ലാഹു സുബ്ഹാനഹു തആല പ്രത്യേകം ആദരിക്കാൻ വിശ്വാസികളെ ചുമതലപ്പെടുത്തിയിരിക്കുന്നു, ബാധ്യതപ്പെടുത്തിയിരിക്കുന്നു. അത് ദീനുൽ ഖയ്യിമാണ്, നേരെ ചൊവ്വായ മതത്തിൻ്റെ അടയാളമാണ്. ഒരുത്തനിൽ ശരിയായ മതബോധമുണ്ടെങ്കിൽ, ശരിയായ ദീനി ചിട്ടകൾ മേൽ ഒരാൾ ജീവിക്കുകയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു തആലയെ ശരിയായ രൂപത്തിൽ തഖ്വയുള്ളവനായിട്ട് മാറുന്നതിൻ്റെ അടയാളമാണ്. ഈ 4 മാസങ്ങളെ അവൻ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കും. അല്ലാഹു പറഞ്ഞതെന്താ? ഫലാ തദ്ലിമൂ ഫീഹിന്ന അൻഫുസകും. ആ മാസങ്ങളിൽ അതിൽ നിങ്ങൾ എന്തു ചെയ്യരുത്? നിങ്ങളോട് തന്നെ അക്രമം ചെയ്തു പോകരുത്. പവിത്ര മാസങ്ങളിൽ അക്രമം ചെയ്യുന്നതിന് പ്രത്യേകം എടുത്തു പറയാം. സൂറത്ത് ബഖറയിലെ 217 ആയത്ത് പരിശോധിച്ചാൽ അവിടെ അല്ലാഹു സുബ്ഹാനഹു തആല ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു മതവിധി കൂടി പഠിപ്പിക്കുകയാണ്. യസ്അലൂനക അനിശ്ശഹരിൽ ഹറാം ഖിതാലിൻ ഫീഹി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവർ ചോദിക്കുകയാണ്, നിന്നോട് അവർ ചോദിക്കുന്നു, അനിശ്ശഹരിൽ ഹറാമി ഖിതാലിൻ ഫീഹി. പിന്നെ ഈ ഹറാമാക്കപ്പെട്ട മാസങ്ങളെ, നിഷിദ്ധമാക്കപ്പെട്ട, യുദ്ധം നിഷിദ്ധമാക്കപ്പെട്ട പവിത്ര മാസങ്ങളെപ്പറ്റിയും അതിൽ യുദ്ധം ചെയ്യുന്നതിനെ പറ്റിയും അവർ ചോദിക്കുന്നു. ഖുൽ, പ്രവാചകരെ പറഞ്ഞു കൊടുക്ക്, ഖിതാലും ഫീഹി കബീറുൻ. അതിൽ യുദ്ധം ചെയ്യുക എന്നുള്ളത് വലിയ അക്രമമാണ് എന്ന് പഠിപ്പിച്ചു കൊടുക്കൂ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രത്യേകം വിശുദ്ധ ഖുർആൻ ഉണർത്താം. അപ്പോൾ പവിത്രമാക്കപ്പെട്ട മാസങ്ങൾ, ആ 4 മാസങ്ങളിൽ നമ്മൾ നിഷിദ്ധം ചെയ്യുക എന്നുള്ളത്, പാപങ്ങൾ ചെയ്യുക എന്നുള്ളത് വലിയ ഗൗരവമുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല നമ്മളെ പഠിപ്പിച്ചു. ഈ ആയത്തിനെ വിശദീകരിക്കെ ഫലാ തളിലുമു ഫീഹിന്ന അൻഫുസകും. അതുകൊണ്ട് നിങ്ങൾ ആ മാസങ്ങളിൽ നിങ്ങളോട് തന്നെ അക്രമം ചെയ്തു പോകരുത് എന്ന ആയത്തിനെ വിശദീകരിക്കെ ഇമാം ഇബ്നു കസീർ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തി, ഐ ഫീ ഹാദിഹിൽ അശ്ഹുരിൽ മുഹറമ ലിഅന്നഹാ ആകദു വഅബ്ലഗു ഫിൽ ഇസ്മി മിൻ ഗൈരിഹാ. ഈ മാസങ്ങളിൽ, പവിത്രമാക്കപ്പെട്ട ഈ മാസങ്ങളിൽ, ആ മാസങ്ങളിൽ തെറ്റുകൾ മറ്റു മാസങ്ങളിൽ ചെയ്യുന്നതിനേക്കാൾ ഗൗരവമുള്ള കാര്യമാണ്. ഒരു പാപം, ഒരേ പാപം ഒരു പവിത്ര മാസത്തിൽ ചെയ്യുന്നതും അതല്ലാത്ത മാസത്തിൽ ചെയ്യുന്നതിനും അല്ലാഹു സുബ്ഹാനഹു തആലക്ക് അല്ലാഹു അത് 2 രൂപത്തിലാണ് കാണുക. പവിത്ര മാസങ്ങളിൽ പാപങ്ങൾ ചെയ്യുന്നതിനെ അല്ലാഹു സുബ്ഹാനഹു തആല ഗൗരവത്തിൽ കാണുന്നു. അല്ലാത്ത മാസങ്ങളിലെ പാപങ്ങളോ അതും ഗൗരവമുള്ളതാണ്. പക്ഷെ അതിനേക്കാൾ ഗൗരവത്തിൽ അല്ലാഹ് ആദരിച്ച ആ മാസങ്ങളിൽ മനുഷ്യന്റെ ഭാഗത്ത് നിന്ന് സംഭവിക്കുന്ന വീഴ്ചകളെ അല്ലാഹു സുബ്ഹാനഹു തആല കുറച്ചുകൂടി ഗൗരവത്തിൽ കാണുന്നു. കമാ അന്നൽ മആസിയ ഫിൽ ബലദിൽ ഹറാം തുളാഅഫു. മക്കയിൽ വെച്ച് പാപം ചെയ്യുന്നത്
മക്കയ്ക്ക് പുറത്തുള്ള മണ്ണിൽ വെച്ച് പാപം ചെയ്യുന്നതിനേക്കാൾ ഗുരുതരമാണ്, ഇരട്ടി ശിക്ഷ ലഭിക്കുന്നതാണ്. അതുപോലെ അള്ളാഹു പവിത്രമാക്കിയ മാസങ്ങളിൽ, ആ മാസങ്ങളിൽ പാപം ചെയ്യുക എന്നുള്ളത് മറ്റു മാസങ്ങളിൽ പാപങ്ങൾ ചെയ്യുന്നതിനേക്കാൾ ഗൗരവം കൂടിയതാണ്. വകദാലിക ശഹറുൽ ഹറാമു തുഗല്ലദു ഫീഹിൽ ആസാം. അപ്രകാരം പിന്നെ ഈ പവിത്രമായ മാസങ്ങളിൽ ചെയ്യുന്ന പാപങ്ങൾക്ക് ഗൗരവങ്ങൾ വർദ്ധിക്കുന്നു. സുമ്മ നുഖല അൻ ഖതാദ ഖൗലഹു. പിന്നീട് ഇബ്നു കസീർ റഹിമഹുല്ലാഹ് പിന്നെ ഖതാദ റളിയല്ലാഹു അൻഹുവിന്റെ വാക്കുകൾ ഉദ്ധരിക്കുകയാണ്. ഇന്നൽ ഫിൽ അശ്ഹുരിൽ ഹുറും. നിശ്ചയമായിട്ടും പവിത്രമാസങ്ങളിൽ ചെയ്യുന്ന തിന്മകളുണ്ടല്ലോ, അക്രമങ്ങളുണ്ടല്ലോ, അലമു ഖതീഅത്തുൻ, അത് വലിയ പിന്നെ തെറ്റാണ്, അത് ഗുരുതരമായ തെറ്റാണ്. മറ്റ് വഇൻ കാന ദുൽമു അലാ കുല്ലി ഹാലിൻ അളീം. എല്ലാ സമയങ്ങളിലും എല്ലാ മാസങ്ങളിലും പിന്നെ പാപം ചെയ്യുക എന്നുള്ളത് ഗുരുതരമായ കാര്യമാണെങ്കിലും ഈ പവിത്ര മാസങ്ങളിൽ തിന്മകൾ സംഭവിച്ചു പോവുക എന്നുള്ളത് അത് വലിയ തെറ്റാണ് എന്ന് അള്ളാഹുവിൻ്റെ കിതാബും അള്ളാഹുവിൻ്റെ കിതാബിനെ തഫ്സീർ ചെയ്ത മുഫസ്സിറുകളും നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു വിശ്വാസി മുഹറം വന്നാൽ ഏറ്റവും പരമപ്രധാനമായി ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം അതാണ്. നമ്മൾ മുഹറം മാസത്തിലാണല്ലോ, ഏറ്റവും പരമമായി ശ്രദ്ധിക്കേണ്ട കാര്യം അതാണ്. മുഹറം മാസത്തിൽ പാപങ്ങൾ സംഭവിക്കാതിരിക്കാനുള്ള ശ്രദ്ധ മറ്റു മാസങ്ങളിൽ പാപങ്ങൾ സംഭവിക്കാതിരിക്കാനുള്ള ശ്രദ്ധയേക്കാൾ അധികമായിരിക്കണം. നന്മകളും അധികരിപ്പിക്കണം. മറ്റു മാസങ്ങൾ പോലെയല്ല, അതിനേക്കാൾ കുറച്ചുകൂടി നന്മകൾ അധികരിപ്പിക്കുന്ന ഒന്നായിട്ട് മാറണം. കാരണം പവിത്ര മാസങ്ങൾ എന്ന് പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മതത്തിന്റെ ശിആറുകൾ അടയാളങ്ങളാക്കി വെച്ച കാര്യമാണ്. വിശുദ്ധ ഖുർആൻ പിന്നെ സൂറത്തു തൗബയുടെ 37-ാമത്തെ ആയത്തിൽ ഈ പവിത്ര മാസങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജാഹിലിയ കാലത്തിൽ ഉണ്ടായിരുന്ന ഒരു അനാചാരത്തെ പരാമർശിക്കുന്നുണ്ട്. എന്താണെന്നറിയോ? ഇന്നമാ നസീഉ സിയാദത്തുൻ ഫിൽ ഖുഫർ. നിശ്ചയമായിട്ടും ഈ പവിത്ര മാസങ്ങളെ പിന്നോട്ട് മാറ്റുക എന്നുള്ളത് അത് എന്താണ്? ആ പവിത്ര മാസങ്ങളെ പിന്നോട്ട് മാറ്റുക എന്നുള്ളത് പിന്നെ കുഫറിന്റെ വർധനവാണ്, സത്യനിഷേധത്തിന്റെ വർധനവാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുക. മക്കയിലെ മുശ്രിക്കുകൾക്ക് ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അവർക്ക് പവിത്രമായ മാസങ്ങളിൽ യുദ്ധം ചെയ്യേണ്ടത് വന്നാൽ, അപ്പോൾ അവർക്ക് റജബ് മാസത്തിൽ യുദ്ധം ചെയ്യേണ്ടി വന്നാൽ മക്കാ മുശ്രിക്കുകൾ എന്ത് ചെയ്യും? ആ മാസത്തെ റജബിനെ അങ്ങോട്ട് നീക്കും. അവരെന്നെ അങ്ങോട്ട് കാൽക്കുലേറ്റ്, റജബിനെ നമുക്ക് കുറച്ചുകൂടി കഴിഞ്ഞിട്ടാക്കാം. എന്നിട്ട് റജബ് മാസത്തിൽ അവരെന്ത് ചെയ്യും? വേറൊരു മാസത്തെ പ്രതിഷ്ഠിച്ചിട്ട് അവർ പിന്നെ റജബ് മാസത്തെ അങ്ങോട്ട് നീക്കും. ഇങ്ങനെ പിന്നോട്ട് നീക്കിയിട്ട് റജബ് മാസത്തിൽ തന്നെ അവർ യുദ്ധം ചെയ്യുകയും ചെയ്യും. അവർക്ക് ആവശ്യമുള്ള സമയത്ത് മാസത്തെ അവരെന്ത് ചെയ്യും? അങ്ങോട്ട് തള്ളും. ആവശ്യമുള്ള സമയത്ത് അവർ പിന്നെ ഇതിനെ ഇങ്ങോട്ട് തള്ളും. ഇങ്ങനത്തെ ഒരു സ്വഭാവം മാസത്തിന്റെ കാര്യത്തിൽ മക്കാ മുശ്രിക്കുകൾ കാണിച്ചു. അല്ലാഹ് പറയാ, ഈ പണിയുണ്ടല്ലോ, ഈ പണി എന്ന് പറയുന്നത് അത് ഏറ്റവും ഗുരുതരമായ കുഫറിന്റെ വർധനവാണ്. വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ കാഫിരീൻ. ഈ സത്യനിഷേധികളായ ജനതയെ അല്ലാഹു ഒരിക്കലും നേർമാർഗത്തിലാക്കില്ല എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുക. അപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കുക, ഈ മാസത്തിന്റെ പ്രത്യേകത എന്താ? ഈ 4 മാസത്തിന്റെ പ്രത്യേകത എന്താ? ആ 4 മാസത്തെ വേറൊരു മാസത്തിലേക്ക് മറിക്കാൻ പാടില്ല. മുഹറം എപ്പോഴാണ്? അപ്പോഴേ മുഹറം ഉണ്ടാവൂ. മുഹറം മാസത്തിൽ എനിക്ക് യുദ്ധം ചെയ്യണം. അല്ലാഹ് ഹറാമാക്കിയ മാസമാണല്ലോ യുദ്ധം. ആ മാസത്തിൽ യുദ്ധം ചെയ്യാൻ വേണ്ടി ഈ മാസം മുഹറല്ല, മുഹറത്തെ മാറ്റി കുറച്ചങ്ങോട്ട് നീക്കി പ്രതിഷ്ഠിക്കുന്ന ഈ പിന്നെ നസീ എന്ന് പറയുന്ന ഈ സ്വഭാവം അല്ലാഹു സുബ്ഹാനഹു വ തആല വിരോധിച്ചു. ആ മാസത്തിൽ മറ്റു മാസങ്ങളെക്കാൾ അധികം പുണ്യകർമ്മങ്ങൾ ചെയ്യാൻ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിച്ചു, പ്രോത്സാഹിപ്പിച്ചു, പ്രേരിപ്പിച്ചു. ഇനിയോ ആ മാസങ്ങളിലെ പാപങ്ങൾ, ആ മാസങ്ങളിലെ തിന്മകൾ അത് ഗുരുതരമുള്ളതാണ്. മറ്റു മാസങ്ങളിൽ ചെയ്യുന്ന തിന്മകളെക്കാൾ ഇരട്ടി ശിക്ഷ റബ്ബ് സുബ്ഹാനഹു വ തആല ഈ മാസങ്ങളിൽ പാപം ചെയ്യുന്നവർക്ക് നൽകുമെന്ന് നമ്മളെ പഠിപ്പിച്ചു. 3 കാര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു. അത് ഏത് മാസത്തിലാണ് ശ്രദ്ധിക്കേണ്ടത്? 4 യുദ്ധം പവിത്രമാക്കപ്പെട്ട 4 മാസങ്ങളിൽ. മിൻഹാ അർബഅത്തുൻ ഹുറും.
അതിലെ 4 മാസങ്ങൾ പവിത്രമാണ് എന്ന് റബ്ബ് സുബ്ഹാനഹു തആല പഠിപ്പിച്ച ആ 4 മാസങ്ങളിൽ ഈ 3 കാര്യങ്ങൾ ഗൗരവത്തിൽ സൂക്ഷിക്കണം. ഇനി ഖുർആൻ നിങ്ങളൊന്ന് മറിച്ചു നോക്കൂ. ഈ 4 മാസങ്ങൾ ഏതാണ്? ഖുർആൻ നിങ്ങൾ മുസ്ഹഫിന്റെ ഒരു അറ്റം മുതൽ മറു അറ്റം വരെ നിങ്ങൾ മറിച്ചു നോക്കിയാലും ഈ 4 മാസം ഏതാണെന്ന് കിട്ടില്ല. ഖുർആൻ കൊണ്ട് കിട്ടൂല. അല്ലാഹു സുബ്ഹാനഹു വതആല ഇത്ര ഗൗരവത്തിൽ പറഞ്ഞ കാര്യം ഒരു സത്യവിശ്വാസി ഈമാനിന്റെ അടയാളമായി, ദീനുൽ ഖയ്യിം, നേരെ ചൊവ്വായ മതത്തിന്റെ നിലപാടായി, അവന്റെ ദീനിന്റെ ഷഅറായിട്ട് അടയാളമായിട്ട് കൊണ്ടു നടക്കേണ്ട ഗൗരവപ്പെട്ട ഒരു കാര്യം ഖുർആനിന്ന് മാത്രം കിട്ടൂല. ഖുർആനിന്ന് കിട്ടും 4 മാസം പവിത്രാണ്, 12 മാസമുണ്ട്, അതിൽ 4 മാസം പവിത്രമാണ്, ആ 4 മാസത്തെ പ്രത്യേകം ആദരവോടെ സൂക്ഷിക്കണമെന്ന് കിട്ടും. പക്ഷെ ഈ 4 മാസം എവിടുന്ന് കിട്ടും? ഖുർആനിന്ന് കിട്ടൂല. മറിച്ച് ഹദീസുകളിൽ നിന്ന് മാത്രം കിട്ടുക. ഖുർആൻ മാത്രം മതി, ഹദീസ് വേണ്ട എന്ന് പറയുന്ന ആളുകൾ എങ്ങനെയാണ് ഈ 4 മാസത്തെ പവിത്രമായ 4 മാസത്തെ ഇവർ വേർതിരിച്ച് മനസ്സിലാക്കുക? അവർ വേർതിരിച്ച് മനസ്സിലാക്കാൻ അവരുപയോഗിക്കുന്നത് ജാഹിലിയ ഖുറൈശികളുടെ കവിതകളിലൂടെ അവർ സ്വീകരിക്കും 4 മാസത്തെ. ജാഹിലിയ കാലത്ത് ചരിത്രം എഴുതപ്പെട്ട ആ ചരിത്രങ്ങളിൽ, സീറകളിൽ പരാമർശിക്കപ്പെട്ടിട്ടുണ്ട് ഈ 4 മാസങ്ങൾ. അങ്ങനെ അവർ കണ്ടെത്തും 4 മാസങ്ങളെ. ഹദീസിലൂടെ അവർ കണ്ടെത്തൂല. നിങ്ങൾ നോക്കണേ, ഒരു ജാഹിലിയത്തിലെ ഒരു ജാഹിൽ എഴുതിയ കവിതയിൽ നിന്ന് തപ്പിയെടുക്കും ഈ 4 മാസത്തെ. അള്ളാഹുവിന്റെ റസൂലിന്റെ ഹദീസിൽ നിന്ന് സനദ് പരിശോധിച്ചിട്ട് ഒരു വാർത്ത സ്വീകരിക്കാൻ, ഒരു വർത്തമാനം സ്വീകരിക്കാൻ ഏറ്റവും ആധികാരികമായ, ഏറ്റവും സൂക്ഷ്മമായ, ഏറ്റവും കർശനമായ ഉപാധികളും അനലൈസിംഗ് സംവിധാനങ്ങളും സ്വീകരിച്ചിട്ട് ഫിൽറ്റർ ചെയ്തിട്ട് സ്വഹീഹും വഈഫും വേർതിരിക്കുന്ന അത്യപൂർവമായ, ഏറ്റവും ഉന്നത ശാസ്ത്രീയമായിട്ടുള്ള നിലപാടിലൂടെ വരുന്ന വർത്തമാനം അതെടുക്കാൻ പറ്റൂല. പിന്നെ ജാഹിലിയ കാലത്തെ ഇത് കവിതയെന്നാണ് ഈ 4 മാസത്തെ ചില ആളുകൾ, ഹദീസ് നിഷേധികളായ ചില ആളുകൾ സ്വീകരിക്കാൻ പോകുന്നത്. ഞാൻ പറയുന്നത് അള്ളാഹുവിന്റെ റസൂൽ കൃത്യമായിട്ട് പഠിപ്പിച്ചു. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞത് എന്താ? ഇന്ന സമാന കദിസ്തദാറ കഹൈഅതിഹി യൗമ ഖലഖസ് സമാവാതി വൽ അർദ്. ആകാശഭൂമികൾ സൃഷ്ടിച്ച സമയത്തെ ആ രീതിയിലേക്ക്, ആ തിരിച്ചുവരവിലേക്ക് കാലം വന്നിരിക്കുകയാണ്. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറയാ, അസ്സനതു 12 ശഹ്റൻ. വർഷമെന്നത്, കാലമെന്നത് 12 മാസമാണ്. മിൻഹ 4 ഹുറും. അതിൽ പിന്നെ 4 മാസങ്ങൾ പവിത്രമാണ്. സലാസുൻ മുതവാലിയാതുൻ. അതിൽ 3 മാസങ്ങൾ തുടരെ വരുന്ന മാസങ്ങളാണ്. ദുൽഖഅദ വദുൽഹിജ്ജ വൽ മുഹറം. അത് മുഹറവും പിന്നെ ദുൽഖഅദും ദുൽഹിജ്ജും മുഹറവുമാണ്. വറജബു മുളറല്ലദി ബൈന ജുമാദി വശഅബാൻ. മുളർ ഗോത്രത്തിന്റെ റജബ് മാസം എന്ന് പറയുന്നത് അത് ജുമാദുൽ ആഖിറിനും ശഅബാനും ഇടയിലുള്ളതാണ്. മറ്റു 3 മാസങ്ങൾ തുടർച്ചയായിട്ട് വരുന്നതാണ്. ദുൽഖഅദ, ദുൽഹിജ്ജ, അതുപോലെ തന്നെ മുഹറം. ഇത് തുടർച്ചയായിട്ട് ഈ പവിത്ര മാസം വരും. പിന്നെ ജുമാദുൽ ആഖിറിനും ശഅബാനും ഇടയിൽ നിൽക്കുന്ന റജബ് മാസമാണ് പവിത്രമായ 4 മാസം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എണ്ണി അതിൻ്റെ പിന്നെ സ്ഥാനമടക്കം അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞത് സ്വഹീഹുൽ ബുഖാരിയിൽ കാണാം. അപ്പൊ വിശ്വാസികളെ സംബന്ധിച്ച് ഈ മാസത്തെ പ്രത്യേകം ഗൗരവത്തിൽ കാണണം. ഇനി ഉലമാക്കൾക്കിടയിൽ ചർച്ചയുണ്ട്, ഈ 4 മാസങ്ങളിലെ ഏറ്റവും ശ്രേഷ്ഠമായ മാസം ഏതാണ്? പണ്ഡിതന്മാർക്കിടയിൽ ചർച്ച കാണാം. ഇബ്നു റജബ് റഹിമഹുല്ലാഹ് അദ്ദേഹം പറയാണ്, വഖദ് ഇഖ്തലഫൽ ഉലമാഉ ഫീ അയ്യി ശഹ്റിൽ ഹുറും അഫ്ളൽ. ഈ പിന്നെ പവിത്ര മാസങ്ങളിൽ ഏറ്റവും അഫ്ളലായ മാസം ഏതാണ് എന്ന വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്, ഇഖ്തിലാഫുണ്ട്. ഏതാണ് ഏറ്റവും പവിത്രമായ മാസം എന്ന വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഫഖാലൽ ഹസനു വഗൈറുഹു. ഹസനുൽ ബസരിയും ഇമാം ഹസനുൽ ബസരിയും മറ്റുള്ള ചില ഇമാമിയങ്ങളും പറയുന്നു, അഫ്ളലുഹാ ശഹറുല്ലാഹിൽ മുഹറം. അതിലേറ്റവും അഫ്ളലായിട്ടുള്ളത്, ഏറ്റവും പവിത്ര മാസങ്ങളിലെ ഏറ്റവും ആദരിക്കപ്പെട്ട മാസം എന്ന് പറയുന്നത് മുഹറമാണ് എന്ന് ചില ആളുകൾ പറയുന്നു.
വറജ്ജഹു ത്വാഇഫത്തും മിനൽ മുതഅഖിരീൻ, അതുപോലെ തന്നെ പിൽക്കാലക്കാരായിട്ടുള്ള ചില പണ്ഡിതന്മാരും നിന്നൊരു വിഭാഗവും ഈ അഭിപ്രായം തെളിവ് പിടിക്കുന്നു, അതിന് മുൻഗണന നൽകുന്നു. വയദുല്ലു അലാ ഹാദാ മാ അഖ്റജഹു അൻ-നസാഇ വഗൈറുഹു അൻ അബീ ദർർ റളിയല്ലാഹു അൻഹു. ഇമാം അബൂ ദർ റളിയല്ലാഹുവിൽ നിന്ന് ഇമാം നസായിയും അല്ലാത്തവരുമായിട്ടുള്ള ആളുകൾ ഉദ്ധരിച്ചിട്ടുള്ള ഒരു ഹദീസ് മുഹറമാണ് ഏറ്റവും ശ്രേഷ്ഠമായ മാസം എന്നതിന് പണ്ഡിതന്മാർ തെളിവ് പിടിച്ചിട്ടുണ്ട്. എന്താ അബൂ ദർ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്തത്? ഖാൽ, അദ്ദേഹം പറയാണ്, സഅൽതു നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, അല്ലാഹുവിന്റെ റസൂലിനോട് ഞാൻ ചോദിച്ചു, അയ്യുൽ ലൈലി ഖൈർ, അല്ലാഹുവിന്റെ റസൂലേ ഏത് രാത്രിയാണ് ഏറ്റവും ഖൈറുള്ളത്? വ അയ്യു അശ്ഹുർ അഫ്ളൽ, അതുപോലെ തന്നെ ഏറ്റവും അഫ്ളലായ ശ്രേഷ്ഠമായ മാസം ഏതാണ്? ഫഖാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മറുപടി പറഞ്ഞു, ഖൈറുൽ ലൈലി ജൗഫുഹു, രാത്രിയിലെ ഏറ്റവും ശ്രേഷ്ഠമായ ഭാഗമെന്ന് പറഞ്ഞാൽ അത് രാത്രിയുടെ മധ്യഭാഗമാകുന്നു. വ അഫ്ളൽ അശ്ഹുർ ശഹ്റുല്ലാഹി അല്ലദീ തദഊനഹുൽ മുഹറം, അതുപോലെ തന്നെ ഏറ്റവും അഫ്ളലായ മാസം എന്ന് പറഞ്ഞാൽ നിങ്ങൾ മുഹറം, അള്ളാഹുവിന്റെ മുഹറം എന്ന് വിളിക്കുന്ന ആ മുഹറം മാസമാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത്. ഖാല ഇബ്നു റജബ് റഹിമഹുല്ലാഹ്, ഇബ്നു റജബ് വീണ്ടും തുടരുകയാണ്, വ ഇത്ലാഖുഹു ഫീ ഹാദൽ ഹദീസ്, ഈ ഹദീസ് ഒരു പൊതു ധാരണ നൽകുന്നു, ധാരണ നൽകുന്നു. എന്ത് ധാരണ? മഹ്മൂലുൻ അലാ മാ ബഅദ റമളാൻ കമാ ഫീ റിവായത്തിൽ ഹസൻ അൽ മുർസല, ഇമാം ഹസനുൽ ബസരിയിൽ നിന്ന് മുർസലായ രൂപത്തിൽ, സനദ് മുറിഞ്ഞ രൂപത്തിൽ, റസൂലിലേക്ക് സനദ് എത്താത്ത രൂപത്തിൽ വന്ന ചില റിവായത്തുകളുടെ അടിസ്ഥാനത്തിൽ ഈ വിഷയം പഠിക്കുമ്പോൾ പണ്ഡിതന്മാർ പറയുന്നു ഇതിൽ മുഹറമാണ് ഏറ്റവും ശ്രേഷ്ഠമായത് എന്ന് കാണാൻ സാധിക്കുന്നു. അപ്പൊ ഹദീസ് നേരെ നബിയിലേക്ക് മടങ്ങണില്ല, മർഫൂ അല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന് പറയാൻ പറ്റുന്ന ഹദീസല്ല. അതാണ് ഹദീസിന്റെ ന്യൂനത. മുർസലാണ്, താബിഈ വരെയുള്ളോ, ഹസനുൽ ബസരി എന്ന താബിഈ വരെ ഉള്ളോ, ആ താബിഈന് ശേഷം ഏത് സ്വഹാബി എന്നത് വിട്ടുപോയി. ഖാല റസൂലുള്ളാഹി എന്ന് പറഞ്ഞു, അതിൽ നിന്ന് അൻ ഹദ്ദസ്നാ, ഞങ്ങൾക്ക് പറഞ്ഞു തന്നു. ആര് പറഞ്ഞു തന്നു? സ്വഹാബി. ആ സ്വഹാബി ഇല്ല, മറിച്ച് നബിയും താബിയും, ഇടയിൽ സഹാബിനെ വിട്ടുപോയി. അതുകൊണ്ടാണ് ഹദീസ് മുർസലായത്. ആ ഹദീസ് ഡയറക്റ്റ് ഒരു പ്രമാണമായിട്ട് സ്വീകരിക്കാൻ പറ്റൂല. പക്ഷേ ഒരു വിഷയം ചർച്ച ചെയ്യുമ്പോൾ അതിൻ്റെ വിവിധ വശങ്ങൾ മനസ്സിലാക്കുന്നതിനു വേണ്ടിയിട്ടും ഒരു വിഷയത്തിലെ മതവിധി നിർദ്ധരിച്ചെടുക്കുന്നതിനും പണ്ഡിതന്മാർ ഇത്തരം ഹദീസുകളെ സ്വീകരിക്കാറുണ്ട്, പഠനത്തിന് വേണ്ടി സ്വീകരിക്കാറുണ്ട്. അതുകൊണ്ട് പഠനം നടത്തിയ പല പണ്ഡിതന്മാർക്കും എത്തിച്ചേരാൻ പറ്റിയ നിഗമനം അല്ലാഹു സുബ്ഹാനഹു വ തആല പവിത്രമാക്കിയ 4 മാസങ്ങളിലെ ഏറ്റവും ശ്രേഷ്ഠമായ മാസം മുഹറമാണ്. അത് തെറ്റാനും ശരിയാകാനുമുള്ള സാധ്യതയുണ്ട്. ഏതായാലും ഉലമാക്കളിൽ ഒരു വിഭാഗം അങ്ങനെ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അത്രക്കും പ്രാധാന്യമുള്ള ദിനരാത്രങ്ങളിലാണ് നമ്മൾ ജീവിക്കാൻ പോകുന്നത് ഇനിയുള്ള നിമിഷങ്ങളിൽ. ഇപ്പൊ നമ്മൾ ഇരിക്കുന്നത് അത്രക്കും പ്രാധാന്യമുള്ള മാസത്തിലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ആ മാസത്തിന്റെ പ്രത്യേകത എന്താ? ഒന്നാമത്തെ പ്രത്യേകത, ആ മാസത്തിന്റെ ഒന്നാമത്തെ പ്രത്യേകത, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ റമളാൻ നോമ്പ് അല്ലാഹു നിർബന്ധമാക്കി നൽകുന്നതിന് മുമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നോമ്പെടുത്തിരുന്നത് ഈ പറയുന്ന മുഹറം മാസത്തിലെ ആശുറാഇന്റെ നോമ്പായിരുന്നു. അല്ലാഹുവിന്റെ റസൂലിന്റെ ആദ്യത്തെ നോമ്പാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു പുണ്യം പ്രതീക്ഷിച്ച് നോമ്പെടുത്തത് ഇമാം ബുഖാരി മുസ്ലിം ഉദ്ധരിച്ച ഹദീസിൽ കാണാം. ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, കാന യൗമ ആശുറാ, യൗമ ആശുറാഇനെ സംബന്ധിച്ച് അവർ പറയാണ്, തസൂമുഹു ഖുറൈശ് ഫിൽ ജാഹിലിയ്യ, ഖുറൈശികൾ ജാഹിലിയ കാലത്ത് ആശുറ നോമ്പ് നോറ്റിരുന്നു. മുഹറം മാസത്തിലെ 10ാമത്തെ ദിവസം ആശുറന്റെ നോമ്പ് ആര് നോറ്റിരുന്നു? ജാഹിലിയ കാലഘട്ടത്തിലെ ഖുറൈശികൾ നോറ്റിരുന്നു. വകാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യസുമുഹു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും ആ നോമ്പ് നോറ്റു. ഫലമ്മ ഖദിമൽ മദീന, അല്ലാഹുവിന്റെ റസൂല് മദീനത്തേക്ക് എത്തിയപ്പോ സോമഹു, അവിടെ വെച്ചിട്ടും അദ്ദേഹം നോമ്പ് നോറ്റു. വ അമറ ബിസിയാമിഹി, അവിടെ വേറൊരു പ്രത്യേകതയുണ്ടായി, ജനങ്ങളോടും ഈ മുഹറം മാസത്തിന്റെ നോമ്പ് നോൽക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കൽപ്പിച്ചു, അവരെ അറിയിച്ചു. അല്ലാഹുവിന്റെ റസൂല് മക്കയിലുള്ളപ്പോൾ എന്താ ചെയ്തിരുന്നത്? നബി മാത്രമേ നോമ്പ് നോറ്റിരുന്നുള്ളൂ. വിശ്വാസികൾക്ക് മതപരമായ ഒരു കൽപ്പനയായിട്ട് റസൂലുള്ള പഠിപ്പിച്ചിരുന്നില്ല.
ജാഹിലിയ കാലം മുതൽ ഖുറൈശികൾ ആ നോമ്പ് നോറ്റ് വന്നിരുന്നു. അള്ളാഹുവിൻ്റെ റസൂലും മക്കത്ത് വെച്ച് നോറ്റിരുന്നു. മദീനത്ത് വന്നപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നോമ്പ് നോൽക്കുകയും ജനങ്ങളോട് ഒരു ഇബാദത്തായിട്ട് ആ നോമ്പ് നോൽക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു. ഫലമ്മാ ഫുരിള റമളാൻ, അങ്ങനെ അള്ളാഹു റമളാനിലെ 30 ദിവസത്തെ നോമ്പ് നിർബന്ധമാക്കിയപ്പോൾ തറക യൗമുൽ ആശുറാ, അള്ളാഹിന്റെ റസൂൽ ആശുറ നോമ്പ് ഉപേക്ഷിച്ചു. ഫമൻ ശാഅ സോമഹു വമൻ ശാഅ തറകഹു, ആ നോമ്പിന്റെ വിധി ഇഷ്ടമുള്ളവൻ പിന്നെ നോമ്പെടുക്കാം, ഇഷ്ടമുള്ളവന് അത് നോമ്പ് ഉപേക്ഷിക്കുകയും ചെയ്യാം എന്ന വിധി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്തു. റമളാനിലെ നോമ്പ് നിർബന്ധമാക്കിയപ്പോൾ അതുവരെ അള്ളാഹിന്റെ റസൂൽ ഒരു നോമ്പായിട്ട്, റമളാൻ പോലത്തെ ഒരു നോമ്പായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നോറ്റിരുന്ന ഒരു നോമ്പാണ് ഈ പറയുന്ന മുഹറമിലെ ആശുറയിൻ്റെ മുഹറം 10 നോമ്പ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതിൻ്റെ ഒന്നാമത്തെ ശ്രേഷ്ഠത അതാണ്. ഇനി രണ്ടാമത്തെ ശ്രേഷ്ഠത എന്താ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ച് ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസിൽ കാണാം, അഫ്ളലു സിയാമി ബഅദ റമളാൻ, റമളാൻ കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള നോമ്പ് ഏതാണ്? ഷഹറുല്ലാഹിൽ മുഹറം, അള്ളാഹുവിൻ്റെ മാസമായ മുഹറമാണ്. വ അഫ്ളലു സ്വലാത്തി ബഅദൽ ഫരീള, ഫർള് നിസ്കാരങ്ങൾക്ക് ശേഷം ഏറ്റവും ശ്രേഷ്ഠമായ നിസ്കാരം ഏതാണ്? സ്വലാത്തുൽ ലൈൽ, തഹജ്ജുദ് നിസ്കാരമാണ്. ഫർള് നിസ്കാരം കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠമായ പിന്നത്തെ സുന്നത്ത് നിസ്കാരം ഏതാണ്? തഹജ്ജുദാണ്. റമളാനിലെ നോമ്പ് കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠമായ നോമ്പ് ഏതാണ്? ആ നോമ്പ് മുഹറമിലെ നോമ്പാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. അപ്പോൾ രണ്ടാമത്തെ മുഹറമിൻ്റെ ശ്രേഷ്ഠത അതാണ്. റമളാൻ കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠമായ നോമ്പാണ് ആശുറയുടെ നോമ്പ്, അഥവാ പിന്നെ മുഹറം 10 നോമ്പ് എന്നത് നമ്മൾ മനസ്സിലാക്കുക. ഇനി മൂന്നാമത്തെ ശ്രേഷ്ഠത എന്താ? ഇമാം മുസ്ലിം തന്നെ ഉദ്ധരിച്ചു, സുഇല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അനി സൗമി യൗമി ആശുറ, അള്ളാഹുവിൻ്റെ റസൂലിനോട് ചോദിക്കപ്പെട്ടു ആശുറ നോമ്പിന്റെ ശ്രേഷ്ഠതനെ പറ്റിയിട്ട്, അതിന്റെ സ്ഥാനത്തെ പറ്റി ചോദിച്ചു. ഫഖാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഹ്തസിബു അലല്ലാഹി അൻ യുകഫിറ സനതല്ലതി ഖബ്ലഹു. എന്താ അഹ്തസിബു അലല്ലാഹ് അൻ യുകഫിർ, അല്ലാഹു സുബ്ഹാനഹു തആല മായ്ച്ചു കളയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. റസൂലുള്ളാഹിന്റെ വാക്കാണ്. അല്ലാഹു മായ്ച്ചു കളയുമെന്ന്, പാപങ്ങൾ മായ്ച്ചു കളയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അസ്സനതല്ലതി ഖബ്ലഹു, മുൻപത്തെ ഒരു വർഷത്തെ പാപങ്ങൾ. ഈ മുഹറമിന് നമ്മൾ 10 ഒരു നോമ്പെടുത്താൽ ആ 10 നോമ്പെടുക്കുന്നതിൻ്റെ ഒരു വർഷത്തെ മുമ്പ് നമ്മൾ ചെയ്തു പോയ എല്ലാ പാപങ്ങളും റബ്ബ് സുബ്ഹാനഹു തആല പിന്നെ മായ്ച്ചു കളയും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയും. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പ്രതീക്ഷ എന്താ? മുഹറമിലെ നോമ്പ് നോറ്റാൽ ആ നോമ്പ് നോറ്റ ദിവസത്തിൻ്റെ മുമ്പ് കഴിഞ്ഞു പോയ ഇതുണ്ടല്ലോ, ആ പാപങ്ങൾ മുഴുവൻ അങ്ങോട്ട് പുറത്തു കിട്ടുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രതീക്ഷിക്കുന്നു. ആ പ്രതീക്ഷ വെറുതെയുള്ള പ്രതീക്ഷയല്ല, സത്യവിശ്വാസികൾക്ക് മുഴുവൻ പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഒരു കൊല്ലത്തെ പാപമാണ്, മുൻകഴിഞ്ഞ ഒരു കൊല്ലത്തെ പാപമാണ് ഈ ഒറ്റ നോമ്പ് കൊണ്ട് സത്യവിശ്വാസികൾക്ക് പുറത്തു കിട്ടുക. അതിൽ പണ്ഡിതന്മാരെ ചർച്ച കാണാം, ഏതൊക്കെ പാപാണ് ഇസ്തിഗ്ഫാർ ചെയ്യാതെ പൊറുക്കുന്നത്, ഏതൊക്കെ പാപാണ് ആ ദിവസം ഇസ്തിഗ്ഫാർ ചെയ്താൽ പൊറുക്കുന്നത്. അത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഒന്ന്, ഇസ്ലാമിൽ 2 പാപമുണ്ട്. ഒന്ന് കബീറുണ്ട്, കബായിറുണ്ട്, വൻപാപങ്ങളുണ്ട്. 2 സഗീറുണ്ട്, ചെറിയ പാപങ്ങളുണ്ട്. ചെറിയ പാപങ്ങളെല്ലാം നമ്മൾ ഈ നോമ്പെടുക്കുന്നതോട് കൂടി തന്നെ പുറത്തു പോകും. വലിയ പാപങ്ങളിൽ പൊറുക്കാനോ അതിന് ഇസ്തിഗ്ഫാർ തേടണം. ചെയ്ത പാപം എടുത്തു പറഞ്ഞിട്ട്, നമ്മളെ ജീവിതത്തിൽ സംഭവിച്ച പാപമുണ്ടല്ലോ, ആ പാപം എടുത്തു പറഞ്ഞിട്ട് പടച്ചവനോട് ഇസ്തിഗ്ഫാർ ചോദിച്ചാൽ അത് പുറത്തു തരും. അതുകൊണ്ട് വിശ്വാസികൾ മുഹറം മാസത്തിൽ നോമ്പ് പിടിച്ചാൽ പിന്നെ ആ നോമ്പ് എങ്ങനെയെങ്കിലും മുറിക്കുന്നവരെ സമയം കളയാൻ വേണ്ടി നടക്കലല്ല സത്യവിശ്വാസികൾ ചെയ്യേണ്ട പ്രത്യേകത. മറിച്ച് ജീവിതത്തിൽ സംഭവിച്ച ഓരോ മഹാപാപങ്ങളും, വൻപാപങ്ങളും, ഖബായിറുകൾ, മൂബിഖാത്തുകൾ, ഇതൊക്കെ ജീവിതത്തിൽ ഉണ്ടാവുമല്ലോ. ഈ സംഭവിച്ച പാപങ്ങൾ ഓരോന്നും എണ്ണിപ്പറഞ്ഞിട്ട് റബ്ബിനോട് എനിക്ക് പൊറുച്ചു തരണ നാഥ എന്ന് ചോദിക്കാനുള്ള ദിനരാത്രമാണ് മുഹറമിന്റെ ആശുറ നോമ്പ് നോക്കുന്ന 10ാമത്തെ നോമ്പ് നോക്കുന്ന ദിവസം. ആ മാസം മുഴുവൻ പവിത്രാണ്. ആ മാസത്തെ എല്ലാ നോമ്പും മറ്റ് സാധാ മാസങ്ങളിലെ നോമ്പിനേക്കാൾ ഇരട്ടി കൂലിയുണ്ട്.
ആ മാസത്തിൽ മുഹറം മാസത്തിൽ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ മറ്റ് മാസങ്ങളിൽ ചെയ്യുന്ന സൽക്കർമ്മത്തിനേക്കാൾ ഇരട്ടി കൂലിയുണ്ട്. അതുപോലെ തന്നെ ആ മാസം ചെയ്യുന്ന പാപങ്ങൾക്ക് മറ്റു മാസം ചെയ്യുന്ന പാപങ്ങളെക്കാൾ ഇരട്ടി കുറ്റവുമുണ്ട്. ഇങ്ങനെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പവിത്ര മാസത്തെ സംവിധാനിച്ചിട്ടുള്ളത്. അതിന്റെ ആദരവും അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ചിട്ടുള്ളത്. മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനത്തേക്ക് വന്നപ്പോൾ ജൂതന്മാരും ഈ നോമ്പ് നോക്കുന്നത് കണ്ട അല്ലാഹുവിന്റെ റസൂൽ. മുഹറം മാസത്തിന്റെ നോമ്പ് ജൂതന്മാർ നോൽക്കുന്നത് കണ്ടു. ജാഹിലിയ കാലത്ത് മുശ്രിക്കുകൾ മക്കയിൽ നോറ്റിരുന്നു, അല്ലാഹുവിന്റെ റസൂൽ അവരോടൊപ്പം നോറ്റിരുന്നു. മദീനത്തേക്ക് വന്നപ്പോൾ യഹൂദന്മാരും ഈ നോമ്പ് നോൽക്കുന്നത് കണ്ടു. അപ്പൊ യഹൂദന്മാർ എന്തുകൊണ്ടാണ് ഈ നോമ്പ് നോൽക്കുന്നത് എന്ന് അന്വേഷിച്ചു. അവർ പറഞ്ഞ മറുപടി, മൂസയെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഫിർഔനിൽ നിന്ന് രക്ഷപ്പെടുത്തിയ ദിവസമാണ്, അതുകൊണ്ട് ആ ദിവസം ഞങ്ങൾ സന്തോഷിക്കാണ്, നോമ്പ് വെച്ചിട്ട് സന്തോഷിക്കാണ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, എങ്കിൽ മൂസയേക്കാൾ പിന്നെ നിങ്ങളെക്കാൾ മൂസയോട് ഏറ്റവും അടുത്തത് ഞങ്ങളാണ്, വിശ്വാസികളാണ്. അപ്പൊ ഞങ്ങളാണല്ലോ അത് ഒന്നാമത് കൊണ്ടടക്കേണ്ടത് എന്ന് അല്ലാഹുവിന്റെ റസൂൽ പറയുകയും അവരെ ബോധവൽക്കരിക്കുകയും എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനത്ത് വെച്ച് ജനങ്ങളോടെല്ലാവരോടും ഈ നോമ്പ് പിടിക്കാൻ അല്ലാഹുവിന്റെ റസൂൽ പറയുകയും ചെയ്തു. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം കൂടി പറഞ്ഞു. പിന്നെ ഇമാം തിർമിദി ഉദ്ധരിച്ച, നസായി ഉദ്ധരിച്ച ഹദീസിൽ കാണാം, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, മാ മിൻ അബ്ദിൻ യസൂമു യൗമൻ ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ഒരു അടിമ ഒരു ദിവസം നോമ്പ് നോറ്റ് കഴിഞ്ഞാൽ, ഒരു ദിവസം ഒരു അടിമ നോമ്പ് നോറ്റ് കഴിഞ്ഞാൽ, ഇല്ലാ ബഅദല്ലാഹു ബിദാലിക്കൽ യൗമ വജഹു അനിന്നാരി 70 ഹരീഫ, 70 വർഷത്തെ വഴിദൂരം അള്ളാഹു അവന്റെ മുഖത്തെ നരകത്തീന്ന് അള്ളാഹു അകത്തും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ സുന്നത്ത് നോമ്പുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിശ്വാസികളെ പഠിപ്പിച്ചു. മദീനത്ത് വെച്ച് യഹൂദന്മാരുടെ നോമ്പ് നോൽക്കലുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒന്നുകൂടി റസൂലുള്ള പറഞ്ഞു, സൂമു യൗമ ആശുറ, നിങ്ങൾ ആശുറ നോമ്പ് നോൽക്കണം. വഖാലിഫു ഫീഹിൽ യഹൂദ്, യഹൂദന്മാരുമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? വിരുദ്ധമാകണം. അതിനുവേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം? സൂമു ഖബ്ലഹു യൗമൻ ഔ ബഅദഹു യൗമൻ, നിങ്ങൾ ആശുറാന്റെ നോമ്പ് 10ാമത്തെ നോമ്പ് നിങ്ങൾ നോറ്റാൽ ഒന്നുകിൽ 9 കൂടി നോക്കുക, അല്ലെങ്കിൽ 11ാമത്തെ നോക്കുക. അതിന് മുമ്പോ ശേഷം ഒരു നോമ്പ് കൂടി നോറ്റ് യഹൂദന്മാരുമായിട്ട് വിരുദ്ധമായ രൂപത്തിൽ നിങ്ങൾ ഈ ആശുറാന്റെ നോമ്പിനെ ഹയാത്താക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. എത്രത്തോളം എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ റസൂൽ അടുത്ത വർഷം ഞാൻ ജീവിച്ചിരിക്കുകയാണെങ്കിൽ 9 കൂടി നോക്കും എന്ന് പറഞ്ഞു. പക്ഷെ അതിനു മുമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താവുകയാണ് ചെയ്തത്. അതുകൊണ്ട് റസൂലുള്ളാഹി നോൽക്കാൻ ആഗ്രഹിച്ചിരുന്നു. ഈ നോമ്പിന്റെ ഒക്കെ ശ്രേഷ്ഠതയായിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് എന്താ? ഒരു അടിമ അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ഒരു ദിവസം നോമ്പ് നോറ്റ് കഴിഞ്ഞാൽ, ഇല്ലാ ബഅദല്ലാഹു ബിദാലിക്കൽ യൗമി വജഹു അനിന്നാരി 70 ഹരീഫ, അവനെ 70 വർഷത്തെ വഴിദൂരം, 70 വർഷേ ഒരു സ്ഥലത്ത് നിന്ന് ഒരാൾ നടന്നു പോയാൽ അങ്ങനെ നടന്ന് അയാൾ 1 വർഷം 2 വർഷവും കഴിഞ്ഞ് 70 വർഷം അയാൾ തുടർച്ചയായി നടക്കുകയാണെങ്കിൽ എത്ര അകലത്തിലാണ് അയാൾ പുറപ്പെട്ട സ്ഥലത്ത് നിന്നുണ്ടാവുക? അതുപോലെ നരകത്തിൽ നിന്ന് അത്ര വഴിദൂരത്തേക്ക് അള്ളാഹു അകറ്റും. എന്ത്? ഒരു അടിമ അള്ളാന്റെ മാർഗത്തിൽ അള്ളാന്റെ വജ്ഹ് ആഗ്രഹിച്ചിട്ട് ഒറ്റ ദിവസം നോമ്പെടുത്താൽ. ഉലമാക്കൾ പറഞ്ഞു, ഈ ഹദീസ് ഏതിനെ പറ്റിയിട്ടാ? റമളാന്റെ പുറമെയുള്ള സുന്നത്ത് നോമ്പുകളെ പറ്റിയിട്ടാണ് ഈ പറഞ്ഞത്. റമളാന്റെ നോമ്പിന്റെ ശ്രേഷ്ഠത നമുക്ക് അള്ളാഹ് വിട്ടു തന്നിട്ടില്ല, പൂർണ്ണമായിട്ട് പഠിപ്പിച്ചു തന്നിട്ടില്ല, അല്ലേ? റമളാന്റെ നോമ്പിനെ പറ്റി പറഞ്ഞ എന്താ റസൂലുള്ളാഹ്? അള്ളാഹ് പറഞ്ഞു ഇത്രേ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. എന്ത് പറഞ്ഞു? അത് നോമ്പ് എനിക്കുള്ളതാണ്, അതിന്റെ പ്രതിഫലം ഞാൻ കൊടുക്കും എന്ന് പറഞ്ഞാൽ റമളാന്റെ നോമ്പിന്റെ കൂലി എത്ര ആണെന്ന് അള്ളാഹ് പൂർണ്ണമായിട്ട് പഠിപ്പിച്ചിട്ടില്ല, ഇച്ചിരി പഠിപ്പിച്ചിട്ടുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ റമളാന്റെ പ്രത്യേകത കാണുന്നത്. ഇനി നമുക്ക് പഠിപ്പിക്കാത്തത്ര മഹത്തതിനുണ്ട്. ആ റമളാന്റെ നോമ്പ് കഴിഞ്ഞാൽ പിന്നെ വരുന്ന സുന്നത്ത് നോമ്പ്, അതിലേറ്റവും ശ്രേഷ്ഠമായ നോമ്പ് ഏതാ? മുഹറം മാസത്തിലെ നോമ്പ്. അങ്ങനെ സുന്നത്തായ നോമ്പ് ഒരാൾ ഒരു ദിവസം എടുത്താൽ, അത് മുഹറം പോലെ നോമ്പ് മാത്രമല്ല കേട്ടോ, ഒരാൾ വെറുതെ ഒരു ദിവസം എഴുന്നേറ്റിട്ട് നോമ്പെടുക്കാൻ തീരുമാനിച്ചാലും അതും പെടും. ഏതിൽ പെടും? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ പോലെ, മാ മിൻ അബ്ദിൻ യസൂമു യൗമൻ ഫീ സബീലില്ലാ ഇല്ലാ ബഅദല്ലാഹു ബിദാലിക്കൽ യൗമി വജഹു അനിന്നാരി 70 ഖരീഫ. ഒരു അടിമ അള്ളാന്റെ മാർഗ്ഗത്തിൽ
ഒരു ദിവസത്തെ നോമ്പെടുത്താൽ 70 വർഷത്തെ വഴിദൂരം അവന്റെ മുഖത്തെ നരകത്തിൽ നിന്ന് അല്ലാഹു അകറ്റും എന്ന് പറഞ്ഞ ആ കൂലി എല്ലാ സുന്നത്ത് നോമ്പുകൾക്കും കിട്ടും. മുഹറമിലെ മാസത്തിലെ നോമ്പിന് പ്രത്യേകം കിട്ടും. അതുകൊണ്ട് വിശ്വാസികളെ ശ്രദ്ധിക്കുക. മുഹറം മാസത്തെ നമ്മൾ പവിത്ര മാസമായി സ്വീകരിക്കുക. അള്ളാഹ് ആദരിച്ച മാസമാണ്. അള്ളാഹ് ആ ആദരവ് അള്ളാഹിന്റെ മതത്തിന്റെ അടയാളമാക്കി അള്ളാഹ് നിശ്ചയിച്ചതാണ്. ആ ആദരവിന് വിരുദ്ധമായ പ്രവർത്തനങ്ങൾ കുഫറിലേക്ക് വരെ എത്തിക്കാവുന്നതാണ്. ആ മാസത്തെ നമ്മൾ സ്നേഹിക്കുകയും ആദരിക്കുകയും പവിത്ര മാസമായി കാണുകയും ചെയ്യുക. ആ മാസത്തെ ദുശ്ശകുനമായി കാണുന്ന ഏർപ്പാടുകളിൽ നിന്ന് നമ്മൾ മാറുക. നമ്മുടെ നാട്ടിൽ മുഹറത്തിന്റെ ആദ്യത്തെ 10 ദിവസമൊക്കെ നെഹസായിട്ട് കാണുന്ന ആൾക്കാരെ കാണാം. സുബ്ഹാനല്ലാഹ്, അള്ളാന്റെ മതത്തിനെ ഇത്രമാത്രം ആക്രമിക്കുന്ന സ്വഭാവം വേറെ ഏതാണ് പറയാനുള്ളത്? നിങ്ങൾ ആലോചിച്ച് നോക്കുക. അള്ളാഹ് മാസങ്ങളിലെ ഏറ്റവും പവിത്രമായ മാസമാക്കി ഇറക്കിത്തന്ന മാസം, ഹദീസുകളിലും ഉലമാക്കളുടെയും ചർച്ചകളിൽ ഏറ്റവും സൂപ്പർ ആയിട്ടുള്ള മാസം ഏതാണ്? റമളാൻ കഴിഞ്ഞാൽ ഏറ്റവും പവിത്രമായിട്ടുള്ള മാസം, ഏറ്റവും പുണ്യമാസം ആകെ കാണേണ്ട ഏതാണ് എന്ന് ചോദിക്കുമ്പോൾ ഉലമാക്കൾ മുഹറം എന്ന് പറയുന്നു. അത്രക്കും അള്ളാഹു ശ്രേഷ്ഠത നൽകിയ മാസം. ആ മാസത്തിലെ ഒരു പുണ്യത്തിന് മറ്റു മാസത്തിലെ പുണ്യത്തിന്റെ ഇരട്ടി പ്രതിഫലം അല്ലാഹു രേഖപ്പെടുത്തി വെച്ച്. ആ മാസത്തിലെ ഒരു പാപത്തിന് മറ്റു മാസങ്ങളിലെ പാപത്തിന്റെ ഇരട്ടി ശിക്ഷ അല്ലാഹു രേഖപ്പെടുത്തി വെച്ച്. അത്രക്കും പവിത്രമായ ഒരു മാസത്തെ പറ്റിയിട്ട് അതിൻ്റെ ആദ്യത്തെ ദിവസങ്ങൾ നഹസാണ് എന്ന് പറയുന്ന ആളുകൾ നമ്മുടെ കേരളത്തിലുണ്ട്. പഠിപ്പിക്കുന്ന പണ്ഡിതന്മാർ കേരളത്തിലുണ്ട്. അത് മനസ്സിലാക്കണേ. ഇത് ആരുടെ രീതിയാണ്? കർബലയിൽ വെച്ച് ഹുസൈൻ റളിയല്ലാഹു അൻഹു മരണപ്പെട്ടത് ഈ മുഹറത്തിലാണ് എന്നതുകൊണ്ട് ഷിഈകൾ ആ ദിവസങ്ങളെ, ഷിയാക്കൾ ആ ദിവസങ്ങളെ നഹസിന്റെ ദിവസങ്ങളായി കാണുന്നു. ഷിയാക്കളാണ് ആ ഷീസൻ കേരളത്തിലേക്ക് കൊണ്ടുവന്ന് ഇറക്കുമതി ചെയ്തപ്പോൾ കേരളത്തിൽ അഹ്ലുസുന്ന എന്ന് പറയുന്ന ആൾക്കാരുടെ കയ്യിലേക്ക് പിന്നെ ചാർത്തി കിട്ടിയതാണ് ഈ തെമ്മാടിത്തം കലർന്ന, അള്ളാഹുവിനോടുള്ള ധിക്കാരം കലർന്ന ഈ ബിദ്ഈ ചിന്ത എന്നുള്ളത്. ഈ ബിദ്അത്ത് എന്ന് നമ്മൾ മനസ്സിലാക്കാം. ഒരു മനുഷ്യനും വിശ്വസിച്ചു പോകാൻ പാടില്ല. മുഹറം എന്ന മാസം ശകുനം പഴയുള്ള മാസമാണ്, ദുശകുനമുള്ള മാസമാണ്, നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റാത്ത മാസമാണ്, നല്ല കാര്യങ്ങൾ തുടങ്ങാൻ പറ്റാത്ത മാസമാണ്. ആളുകൾ വീട് പാർക്കൂല, കച്ചവടം തുടങ്ങൂല, ഒന്നും ഉദ്ഘാടനങ്ങൾ നിർവഹിക്കൂല. മുഹറം 10 കഴിയട്ടെ, നഹസിന്റെ ദിനരാത്രങ്ങൾ നീങ്ങട്ടെ എന്ന് പറയുന്ന കുഫറിന്റെ വർത്തമാനത്തിലേക്ക് എത്തുന്ന അവസ്ഥ നമ്മുടെ നാട്ടിൽ കാണാം. അതുകൊണ്ട് നമ്മൾ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു തആല പവിത്രമാക്കിയ ഈ മാസത്തെ തന്നെയാണ് ചെയ്യൽ നല്ലത്. കാരണം എന്താ? ആ മാസത്തിൽ നമ്മൾ തുടങ്ങിയ കച്ചവടത്തിന് വേണ്ടി ദുആ ചെയ്താൽ ആ ദുആക്ക് പ്രത്യേക ശ്രേഷ്ഠത ഉണ്ടാവും. മാത്രമല്ല, അള്ളാഹു പവിത്രമാക്കിയ ഒരു മാസം ജനങ്ങൾക്കിടയിൽ നല്ല കാര്യങ്ങൾ തുടങ്ങാൻ പാടില്ലെന്ന് അന്ധവിശ്വാസം പ്രചരിക്കുമ്പോൾ അള്ളാഹനെ സ്നേഹിക്കുന്നവർ ആ ദിവസം തന്നെ നല്ല കാര്യം തുടങ്ങണം. അതൊരു പഠിപ്പിക്കലാണ്, ജനതയെ പഠിപ്പിക്കലാണ്. ആർക്കെങ്കിലും കച്ചവടം തുടങ്ങാനുണ്ടെങ്കിൽ മുഹറം 10 തന്നെ തുടങ്ങണം. എന്നിട്ട് അള്ളാഹിനോട് ദുആ ചെയ്യണം, പടച്ച റബ്ബേ, നിന്റെ ഈ പവിത്ര മാസത്തെ ദുശകുനമായി കാണുന്നതിനെ എതിർത്തുകൊണ്ടാണ് എൻ്റെ കച്ചവടം ഞാൻ ആരംഭിക്കണേ, ബർക്കത്ത് തരണേ. ആ ചോദ്യത്തിന് ബർക്കത്ത് കിട്ടാതിരിക്കോ? നമ്മൾ സ്വയം ആലോചിക്കുക. ഇങ്ങനെ ചെയ്തിട്ട് അള്ളാഹിനോട് ഒന്ന് ബർക്കത്ത് ചോദിച്ചാൽ വീട് വെക്കുക. മുഹറം 10 തന്നെ വീട് പാർക്കണം. എന്നിട്ട് അള്ളാഹിനോട് പ്രാർത്ഥിക്കണം, പടച്ചോനെ, ജനങ്ങളിലെ വലിയ വിഭാഗം നീ പവിത്രാക്കിയ ഒരു മാസത്തെ ദുശകുനത്തിന്റെ എന്ന് പറഞ്ഞാൽ വൃത്തികെട്ട ദിവസങ്ങൾ എന്ന് കരുതുന്നത് അതിനോടുള്ള എതിർപ്പ് കൊണ്ടാണ്. റബ്ബേ, ഞാൻ ഈ 10 ദിവസങ്ങളിൽ തന്നെ എൻ്റെ വീട് പാർക്കണേ, എനിക്ക് ബർക്കത്ത് തരണേ എന്ന് ദുആ ചെയ്താൽ അള്ളാഹ് പിന്നെ അവൻ്റെ വീടിനും കുടുംബത്തെ അള്ളാഹ് നോക്കിക്കോളും. അതുകൊണ്ട് അള്ളാഹുവിന് വേണ്ടിയിട്ട് ഈ മാസത്തെ തന്നെ ഈ അന്ധവിശ്വാസം പൊളിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ നന്മകൾ ഈ മാസം തന്നെ തുടങ്ങാണ്. അള്ളാഹുവിനോടുള്ള ഒരു ഈമാനിൻ്റെ അടുപ്പുണ്ടാവുക എന്നുകൂടി ഓർമ്മപ്പെടുത്താണ്. റബ്ബ് സുബ്ഹാനഹു തആല, അള്ളാഹു സുബ്ഹാനഹു തആല അനാവശ്യമായ തിന്മകളിലേക്ക് പോകാതെ കൃത്യമായി അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്നവരുടെ കൂട്ടത്തിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി വസ്സലാത്തു വസ്സലാമു അലാ ഖാതമിൽ അംബിയാഇ വൽ മുർസലീൻ നബിയ്യിനൽ ഹബീബി മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമാ ബഅദ്. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു തആലയെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി അർഹതക്കനുസൃതമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. 2 കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താണ്. ഒന്ന്, പലപ്പോഴും കസേരകളിലിരുന്ന് നമസ്കരിക്കുന്ന ആളുകൾ സഫിൻ്റെ ആദ്യത്തെ ലൈനിലേക്ക് വരാതെ നോക്കണം. കാരണം പ്രത്യേകിച്ച് സ്ത്രീകളുടെ ഭാഗത്തു നിന്ന് അത്തരമൊരു ബുദ്ധിമുട്ടുകൾ
അനുഭവിക്കുന്നത് ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. കസേരയിട്ടിരിക്കുന്ന ആളുകൾ ഏറ്റവും ഫ്രണ്ടിലിരിക്കുകയും ബാക്കിയുള്ളവർ അതിൻ്റെ പുറകെ വരുമ്പോൾ അവർക്ക് പിന്നെ അവരുടെ മുൻവശം കാണാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാവുകയും ചെയ്യും. ഒന്നുകിൽ സൈഡുകളിലിരിക്കുക, അല്ലെങ്കിൽ പുറകിലിരിക്കുക. മറ്റുള്ള ആളുകളുടെ നമസ്കാരത്തിനും സ്വപ്പിനും അണികൾ തെറ്റാതിരിക്കാനും ഒക്കെ നല്ലത് കസേരകളിലിരിക്കുന്ന ആളുകൾ ഏറ്റവും പുറകിലിരിക്കുക, അല്ലെങ്കിൽ സ്വപ്പിന് ഭംഗം വരാത്ത വിധത്തിൽ, സ്വപ്പിൻ്റെ ഇടയിലേക്ക് വരാത്ത വിധത്തിൽ അവർ അറ്റങ്ങളിലിരിക്കുക. ഇത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുക. രണ്ടാമത്തെ കാര്യം, നമ്മുടെ ഈ പള്ളി പണിയുന്ന സമയത്ത് നമ്മുടെ പള്ളിയുമായി ബന്ധപ്പെട്ട് ധാരാളം സാമ്പത്തിക സഹായങ്ങൾ ചെയ്തു തരികയും, ഇപ്പോൾ നമ്മൾ ഈ ഇരിക്കുന്ന കെട്ടിടത്തിൻ്റെ താഴെ ഇങ്ങനെ ഇരിക്കാനും അള്ളാഹുവിനെ ആരാധിക്കാനും അതുപോലെ തന്നെ സൽക്കർമ്മങ്ങൾക്ക് വേണ്ടി ഒത്തുകൂടാനൊക്കെ നമുക്ക് സാധിക്കുന്നതിന് വേണ്ടി പിന്നെ ധാരാളം സാമ്പത്തികമായി സഹായം ചെയ്തൊരു സഹോദരൻ, അദ്ദേഹം ഇന്ന് വലിയൊരു അസുഖം മൂലം ഗൗരവപ്പെട്ട ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചുകൊണ്ട് ഗുരുതരമായൊരവസ്ഥയിൽ ഹോസ്പിറ്റലൈസ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. നിങ്ങളെല്ലാവരും അദ്ദേഹത്തിന് വേണ്ടി ദുആ ചെയ്യണം. റബ്ബ് സുബ്ഹാനഹു തആല അദ്ദേഹത്തിന് എത്രയും പെട്ടെന്ന് ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അദ്ദേഹം അനുഭവിച്ച വേദനയും പ്രയാസവും ജീവിതത്തിൽ അദ്ദേഹത്തിൻ്റെ എല്ലാ പാപങ്ങളും പൊറുക്കാനുള്ള തൗഫീഖായിട്ട് അല്ലാഹു മാറ്റുമാറാകട്ടെ. റബ്ബ് സുബ്ഹാനഹു തആല അദ്ദേഹത്തിന് സംഭവിച്ച എല്ലാ പ്രയാസങ്ങളെ തൊട്ടും അദ്ദേഹത്തിന് ആശ്വാസവും സമാധാനവും നൽകുമാറാകട്ടെ. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും ആശ്വാസം നൽകുമാറാകട്ടെ. ഇനി അല്ലാഹു സുബ്ഹാനഹു തആല അദ്ദേഹത്തിന് ആഖിറമാണ് ഖൈർ എന്നുണ്ടെങ്കിൽ അല്ലാഹു സ്വർഗ്ഗം നൽകി, പകരം സ്വർഗ്ഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു തആല ഏറ്റവും ഖൈറായതിലേക്ക്, ഏറ്റവും ആനന്ദകരമായതിലേക്ക് അല്ലാഹു സുബ്ഹാനഹു തആല അദ്ദേഹത്തെ നയിക്കുമാറാകട്ടെ. നമ്മളെ എല്ലാവരും റബ്ബ് സുബ്ഹാനഹു തആല ഇത്തരം മാരകമായ സുഖങ്ങളിൽ നിന്ന്, മാറാരോഗങ്ങളിൽ നിന്ന്, പെടുമരണങ്ങളിൽ നിന്ന്, ദുർമരണങ്ങളിൽ നിന്ന് അല്ലാഹു നാം ഏവരെയും കാത്തു സംരക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ കുടുംബങ്ങളെയും മക്കളെയും അല്ലാഹു കാത്തു സംരക്ഷിക്കുമാറാകട്ടെ. എല്ലാ ഫിത്നകളിൽ നിന്നും റബ്ബ് സുബ്ഹാനഹു തആല നമ്മളെ സംരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് إنك مجيب الدعوات يا قاضي الحاجات ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين آمين برحمتك يا أرحم الراحمين وآخر دعوانا الحمد لله رب العالمين والصلاة والسلام على خاتم الأنبياء والمرسلين.